നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ദളപതി വിജയ്ക്ക് വെല്ലുവിളിയായിട്ടുള്ള 5 ക്ലാഷ് മൂവീസ്. നമ്പർ 5 റോക്കിംഗ് സ്റ്റാർ യാഷിൻ്റെ KGF 2ഉം ദളപതി വിജയുടെ ബീസ്റ്റ് എന്ന ചിത്രമാണ്. പാൻ ഇന്ത്യൻ പോസിറ്റീവ് കിട്ടിയ KGF 2 എന്ന ചിത്രമില്ലായിരുന്നെങ്കിൽ ബീസ്റ്റിന് 300 കോടി നേടി ബ്ലോക്ക് ബസ്റ്റർ ടാഗ്ലൈൻ നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു. നമ്പർ 4 തല അജിത്തിൻ്റെ 2013 പൊങ്കൽ ക്ലാഷ് റിലീസായി എത്തിയ വീരവും ജില്ലയും തമ്മിലുള്ള ടാഗ്ലൈനാണ്. കാലത്തിൽ നിന്ന് മോഹൻലാൽ കൂടെ ഭാഗമായ ജില്ല എന്ന ചിത്രത്തെ 100 കോടിയിൽ എത്തിക്കാതെ വീരം തളച്ചിട്ടു. 2011 ദീപാവലി ക്ലാഷ് റിലീസായ വേലായുധവും ഏഴാം തരവും തമ്മിലുള്ളതാണ്. തമിഴ് സിനിമയിൽ 100 കോടി നേടാൻ പൊട്ടൻഷ്യലുള്ള 2 സിനിമയുടെ ക്ലാഷ് റിലീസ് ഇല്ലായിരുന്നെങ്കിൽ തുപ്പാക്കിക്ക് മുന്നേ തന്നെ വേലായുധത്തിലൂടെ വിജയ്ക്ക് 100 കോടി എത്തായിരുന്നു. 2003 സൂര്യ വിക്രം ജോഡിയുടെ ദീപാവലി റിലീസായ പിതാമകനും അജിത്തിൻ്റെ ആഞ്ജനേയയുടെ കൂടെ വിജയുടെ തിരുമല എന്ന ചിത്രം ക്ലാഷ് വെച്ചതാണ്. ഈ സ്റ്റാറുടെ പടത്തിൻ്റെ കൂടെ വിജയ് ചിത്രം ക്ലാഷ് വെച്ചപ്പോൾ വിജയ്ക്ക് ജസ്റ്റ് മിസ്സിന് ഇയർ ടോപ്പറും ഇൻഡസ്ട്രി ഹിറ്റും നഷ്ടമായി. ക്ലാഷില്ലായിരുന്നെങ്കിൽ ഗില്ലിക്ക് മുന്നേ തന്നെ തമിഴ് ഇൻഡസ്ട്രിയിൽ 50 കോടിയായി തിരുമല മാറിയേനെ. ഇപ്പോൾ ഈ ലിസ്റ്റിൽ ആദ്യത്തെ വരുന്ന 2001 ഇറങ്ങിയ വിജയുടെ ഷാജഹാൻ, സൂര്യ ചിത്രം നന്ദ പ്ലസ് കമലഹാസൻ്റെ ആലവാന്തൻ എന്നീ സിനിമകളുടെ ക്ലാഷ് റിലീസാണ്. ഈ 3 സിനിമയുടെ ക്ലാഷ് റിലീസ് കാരണം വിജയ് ചിത്രത്തിന് പോസിറ്റീവ് റിവ്യൂ ലഭിച്ചിട്ട് പോലും എബോ ആവറേജ് ടാഗ്ലൈനിൽ ഷാജഹാൻ എന്ന ചിത്രം ഒതുങ്ങി.